പ്രവർത്തിച്ച ആ കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടിയിരിക്കുന്നു. പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണം അനിവാര്യമായിരിക്കുന്നു. ഏതായാലും ഇനിയൊരു സംഭവം ഇതുപോലെ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തന്നെ ഇത് കേരളം നേരിടേണ്ടി വന്ന തികച്ചും അപമാനകരമായ ഈ അതിക്രമം, ഈ സംഭവം അതിനെ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ നാടിന് അനിവാര്യമാണ്, നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമാണ്. ആ തരത്തിലുള്ള സർവ്വശ്രമങ്ങൾക്കും ഡോക്ടർ അംബേദ്കറിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾ പ്രചോദനകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഭരണകൂടത്തിൻ്റെ ദയനീയമായ പരാജയം എന്നല്ലാതെ എന്തു പറയാനാണ്? അതിലേറ്റവും ദുഃഖകരമായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ അന്വേഷണം നടത്തിയത്. ആദ്യഘട്ടത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ വളരെ ഫലപ്രദമായി പുറത്തു കൊണ്ടുവന്നു. എത്രയോ കുറ്റവാളികൾ, ഭരണകക്ഷിയായ CPMൻ്റെ ഉന്നതർ, അവരുമായി ബന്ധപ്പെട്ടവർ, അവരെ പിന്താങ്ങുന്ന ഉദ്യോഗസ്ഥ പ്രമുഖർ, അവരൊക്കെ തുറുങ്കിലടയ്ക്കപ്പെട്ടു. അവരെല്ലാം അവരെല്ലാം അഴിക്കുള്ളിലായി. പക്ഷേ അന്വേഷണം മുന്നോട്ട് പോയാൽ അത് കൂടുതൽ തങ്ങളുടെ താല്പര്യമുള്ള ആളുകൾ, പാർട്ടി നേതാക്കൾ, ഉത്തരവാദപ്പെട്ടവർ നിയമത്തിൻ്റെ മുന്നിൽ കുടുങ്ങും, നിയമം അവരെ പിടികൂടും, അവർ തുറുങ്കിലടയ്ക്കപ്പെടുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായപ്പോൾ വളരെ തന്ത്രപരമായി സമയത്തിന് യഥാസമയം കുറ്റപത്രം സമർപ്പിക്കാതെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.